വർഷത്തിലെ പ്രവേശന ഉത്സവം ജൂൺ 2 പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. ചടങ്ങ് വാർഡ് മെമ്പർ സുമയ്യ ഉദ്ഘാടനം ചെയ്തു. ഒരു റിപ്പോർട്ട്. സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ വിദ്യാലയം സജീവമായി. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും അലങ്കരിക്കാനുള്ള ഒരുക്കങ്ങളും നടത്തി. സ്വർണ്ണവർണ്ണ കിരീടമണിയിച്ച് വിദ്യാലയാങ്കണത്തിലേക്ക് കുരുന്നുകളെ വരവേറ്റതോടുകൂടി പ്രവേശനോത്സവത്തിന് തുടക്കമായി. അക്ഷരച്ചെപ്പെന്ന സമ്മാനപ്പെട്ടി നൽകിയാണ് നവാഗതരെ വേദിയിൽ സ്വീകരിച്ചിരുത്തിയത്. വാർഡ് മെമ്പർ ശ്രീമതി സുമയ്യ അക്ഷരദീപത്തിന് തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിശിഷ്ടാതിഥികളും കുട്ടികളും കൂടി തിരികൾ തെളിയിച്ചപ്പോൾ അകാരാകൃതിയിൽ നിറദീപങ്ങൾ നിറഞ്ഞുകത്തിയ അക്ഷരദീപം തികച്ചും അത്യാകർഷകമായി. ഭൗതിക സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ ശ്വാസം മുട്ടിക്കുമ്പോഴും ഈ പൊതുവിദ്യാലയത്തിൻ്റെ മികവ് തിരിച്ചറിഞ്ഞ രക്ഷിതാക്കളെ അഭിനന്ദിച്ചുകൊണ്ടും ജാതിമത വർഗ ഭാഷാഭേദമന്യേ വിദ്യാഭ്യാസം നൽകാൻ പ്രതിജ്ഞാബദ്ധമായ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മാനവിക മൂല്യങ്ങളെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞുകൊണ്ടും അധികം വൈകാതെ തന്നെ മികച്ച ഭൗതിക സൗകര്യങ്ങൾ ഈ വിദ്യാലയത്തിനും പ്രാപ്തമാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടും വിശിഷ്ടാതിഥികൾ കുട്ടികൾക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രാമിക കുഞ്ഞിമംഗലം, UAE ബ്രദേഴ്സ് കുഞ്ഞിമംഗലം, DYFI പാണച്ചിറ യൂണിറ്റ് സ്റ്റാഫ്, GMLPS കുഞ്ഞിമംഗലം എന്നിവരുടെ വക കൈനിറയെ സമ്മാനങ്ങളും കൂടി കിട്ടിയപ്പോൾ ആദ്യ ദിനം അവിസ്മരണീയമായി. പുതുമയാർന്ന മറ്റൊരു ചടങ്ങായിരുന്നു അക്ഷരച്ചെപ്പ് തുറക്കൽ. ചെപ്പ് തുറക്കപ്പെട്ടപ്പോൾ ഒരു കൗതുക ലോകമായിരുന്നു കുട്ടികളുടെ മുന്നിൽ തുറക്കപ്പെട്ടത്. മിഠായികൾ, ടോയ് പെൻ, മിനി പുസ്തകം തുടങ്ങിയ കൗതുക വസ്തുക്കൾ നിറഞ്ഞതായിരുന്നു പെട്ടി. അക്ഷരങ്ങൾ ആലേഖനം ചെയ്ത ഈ സമ്മാനപ്പെട്ടി തികച്ചും വിസ്മയച്ചെപ്പായി തീർന്നു. പ്രവേശനോത്സവത്തിന് മധുരം പകർന്നുകൊണ്ട് വാർഡ് മെമ്പർ ശ്രീമതി ശോഭ പായസം വിതരണം ചെയ്തു. ഫസ്റ്റ് ഡേ ഫോട്ടോ ഫ്രെയിമിൽ നിന്നുള്ള ഫോട്ടോഷൂട്ടും കൂടി ആയപ്പോൾ പ്രവേശനോത്സവം ഏറ്റവും പ്രൗഢഗംഭീരമായി മാറി. പാണവയലിലേക്ക് നടത്തിയ പ്രകൃതി നടത്തവും തകരപ്പാടം ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളും തനത് പ്രവർത്തനങ്ങളാണ്. പരിസ്ഥിതി ദിന ക്വിസ്, പോസ്റ്റർ രചന, കളറിംഗ് എന്നീ മത്സരങ്ങൾ. ലോക പരിസ്ഥിതി ദിനത്തിൽ കുഞ്ഞിമംഗലം ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കുഞ്ഞിമംഗലത്തെ പ്രധാന പാടശേഖരങ്ങളിലൊന്നായ പടിഞ്ഞാറെ പാണവയൽ സന്ദർശിച്ചു. പ്രകൃതിയുടെ സൗന്ദര്യം അനുഭവിക്കുകയും പ്രകൃതിയുടെ മഹത്വം മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ഈ സന്ദർശനം കുട്ടികൾക്ക് വിലമതിക്കാനാകാത്ത അനുഭവമായി. റിട്ടയേർഡ് അധ്യാപകനും നാട്ടുകാരനുമായ വേണുമാസ്റ്ററോടൊപ്പമാണ് അധ്യാപകരും കുട്ടികളും അടങ്ങുന്ന സംഘം വയലിലെത്തിയത്. വിദ്യാലയത്തിൻ്റെ വേറിട്ട ഒരു തനത് പ്രവർത്തനമായി തകരപ്പാടം ഒരുങ്ങുന്നു. പ്രകൃതി സ്നേഹിയും കർഷകനും കൂടിയായ വിദ്യാലയത്തിലെ PTCയും ഭാസ്കരേട്ടൻ ശേഖരിച്ചതാണ് തകരവിത്തുകൾ. അന്യം നിന്നു പോകുന്ന ഔഷധമൂല്യമുള്ള തകരച്ചെടികളെക്കുറിച്ച് അറിവ് പകരുന്നതിനും ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനുമുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പരിസ്ഥിതി വാരാഘോഷത്തോടനുബന്ധിച്ച് നടന്ന കളറിംഗ് മത്സരത്തിൽ 1ാം ക്ലാസ്സിൽ നിന്നും റയാൻ 1ാം സ്ഥാനവും ഇസ്മായിൽ 2ാം സ്ഥാനവും ഇത്ബാൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 2ാം തരത്തിലെ ഷാസിയ 1ാം സ്ഥാനം നേടിയപ്പോൾ ആയിഷ 2ാം സ്ഥാനവും ഹഫ്സ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മികച്ച നിലവാരം പുലർത്തിയ പോസ്റ്റർ നിർമ്മാണ മത്സരത്തിൽ അമീന 1ാം സ്ഥാനം നേടി. ഷഹ്സക്കാണ് 2ാം സ്ഥാനം ലഭിച്ചത്. ലക്ഷ്മിപ്രിയ 3ാം സ്ഥാനം കരസ്ഥമാക്കി. വാശിയേറിയ ക്വിസ് മത്സരത്തിൽ അമീന 1ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ മർവയാണ് 2ാം സ്ഥാനത്തെത്തിയത്. ഷഹ്സയ്ക്ക് 3ാം സ്ഥാനവും ലഭിച്ചു.
വിദ്യാലയത്തിന്റെ ശ്രദ്ധേയമായ മറ്റൊരു മികവാർന്ന പ്രവർത്തനത്തിനുകൂടി ജൂൺ ആദ്യവാരം തന്നെ തുടക്കം കുറിച്ചു. പൾസസ് ഓഫ് ദ സ്കൂൾ എന്ന സ്കൂൾ പത്രം ജൂൺ 6 പുറത്തിറങ്ങി. IT മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഷറഫുദ്ദീൻ മാസ്റ്ററാണ് പൾസസ് ഓഫ് ദ സ്കൂളിന്റെ ശില്പി. റിപ്പോർട്ടിങ്ങും ഫോട്ടോഗ്രാഫിയും എഡിറ്റിംഗും അടക്കം എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് ഷറഫുദ്ദീൻ മാസ്റ്ററാണ്. പ്രധാന വാർത്തകൾ അടങ്ങുന്ന മികച്ച ലേഔട്ടോടുകൂടിയ 2 പത്രങ്ങളാണ് ഇതിനകം പുറത്തിറങ്ങിയത്.